ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഞാൻ ബോഡി ബിൽഡിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഞാൻ അന്ന് ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ സപ്ലിമെൻറ്റ്സിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അത് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നിലവിൽ ബോഡി ബിൽഡിംഗ് ഒന്നുമില്ല. ബോഡി ബിൽഡിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് കുറേ നാളായി. അതുപോലെ തന്നെ സപ്ലിമെൻറ്റ്സ് ഒന്നും ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഇപ്പം നിലവിൽ ഇപ്പം ജിമ്മിൽ ചെന്ന് വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ ഒരു 4 മാസത്തിൽ പുറത്തായി. കണ്ടിന്യൂ ആയിട്ട് വർക്കൗട്ട് ചെയ്തപ്പം റീസെൻ്റ് ആയിട്ടൊരു 3 മാസം കൊണ്ട് ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്. അതുപോലെ തന്നെ ഒരു 4 മാസം കൊണ്ട് ഇപ്പം വലുതായിട്ട് വർക്കൗട്ടൊന്നുമില്ല. പിന്നെ ആഴ്ചയിൽ 1-2 വട്ടം ഒന്ന് പോയി ലെഗ് വർക്കൗട്ട് ചെയ്യും. അത് മാത്രമല്ലാതെ വലുതായിട്ടൊന്നും വർക്കൗട്ടില്ല. അത്യാവശ്യം കാർഡിയോ ചെയ്യും. അപ്പം ഇപ്പം നിലവിൽ കുറച്ച് ഫുഡൊക്കെ ഡയറ്റൊക്കെ ഫോളോ ചെയ്ത് മാത്രമാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ ഉടനെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം, വർക്കൗട്ട് തുടങ്ങണം. അപ്പം കുറച്ചാൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞ് നിൽക്കുമായിരുന്നു. കാരണം നമുക്ക് ഈ ഒരു മോട്ടിവേഷൻ വേണമല്ലോ. മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ജിമ്മിൽ നമുക്ക് റെഗുലറായിട്ട് ചെന്ന് വർക്കൗട്ട് ചെയ്യാനൊക്കെ സാധിക്കത്തുള്ളൂ. അപ്പോൾ വീണ്ടും മോട്ടിവേഷനൊക്കെ വരുന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം റീജോയിൻ ചെയ്യാനാണ് ഞാൻ വീണ്ടും ഉദ്ദേശിക്കുന്നത്. കുറേ വർഷം കൊണ്ടുള്ള ഒരു ജേണിയാണ് ഇപ്പോൾ ഈ ഫിറ്റ്നസ് അല്ലെങ്കിൽ ബോഡി ബിൽഡിങ്. കുറേ വർഷം കൊണ്ട് ഞാൻ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ഫിറ്റ്നസ് നോക്കുന്നുണ്ട്. ഈ അടുത്ത സമയം കൊണ്ടൊന്നുമല്ല, വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ സപ്ലിമെൻറ്റ്സിനെ പറ്റിയിട്ടൊക്കെയാണ് പരിചയപ്പെടുത്തുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പുതുതായിട്ട് ജിമ്മിൽ ജോയിൻ ചെയ്യുന്ന എൻ്റെ അനിയന്മാരായിക്കോട്ടെ, അല്ലെങ്കിൽ ജിമ്മിൽ ചെന്ന് ജോയിൻ ചെയ്ത് കുറച്ചൊക്കെ ഒന്ന് ഒരു 6-7 മാസം കൊണ്ട് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, അപ്പോൾ അവരെയൊക്കെ ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിമ്മിൽ ചെന്ന് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അവർക്കൊരു സംശയം ഉണ്ടാവും, ഞാൻ സപ്ലിമെൻറ്റ്സ് എടുക്കണോ വേണ്ടോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും. അപ്പം മിക്കുള്ള ആരെയും സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കുള്ള അനിയന്മാരെ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോട്ടീനും സ്റ്റിറോയിഡും ഒന്നാണോ, പ്രോട്ടീൻ അല്ല സപ്ലിമെൻറ്റ്സും സ്റ്റിറോയിഡും ഒന്നാണോ എന്നൊരു സംശയമുണ്ട്. ഞാൻ സപ്ലിമെൻറ്റ്സ് എടുക്കണോ, അത് സ്റ്റിറോയിഡാണോ, എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കേടുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് സംശയമുണ്ട്. ഇപ്പോഴും എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇപ്പോഴും അതൊരു ക്ലിയർ ആവാത്തൊരു വിഷയമാണ് മിക്കുള്ള ആൾക്കാർക്കും. അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ട് ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സപ്ലിമെൻറ്റ്സും സ്റ്റിറോയിഡും രണ്ട് തലത്തിൽ നിൽക്കുന്ന സംഭവങ്ങളാണ്. അതിന് യാതൊരു ബന്ധവുമില്ല. സപ്ലിമെൻറ്റിനും സ്റ്റിറോയിഡിനും യാതൊരു ബന്ധവുമില്ല, ഒരു കണക്ഷനുമില്ല. സ്റ്റിറോയിഡ് വേറെ, സപ്ലിമെൻറ്റ് വേറെ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് സപ്ലിമെൻറ്റ് യൂസ് ചെയ്യാം, ധൈര്യമായിട്ട് നിങ്ങൾക്ക് സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യാം, അതിലൊരു കുഴപ്പമില്ല. പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. അത് കഴിഞ്ഞു പോയി കഴിഞ്ഞാലാണ് പ്രശ്നമാകുന്നത്. അതിന് എന്താണെങ്കിലും, ഇപ്പം നമ്മളിപ്പം ഉച്ചയ്ക്ക് ഇപ്പം ഭക്ഷണം കഴിക്കുന്നു, ഇപ്പം ചോറ് കഴിക്കുന്നു, ചോറിൻ്റെ കൂടെ നല്ല ഇറച്ചിക്കറിയും അതുപോലെ നല്ല മീൻകറിയൊക്കെ കിട്ടുമ്പോഴത്തേക്കും നല്ല വിശാലമായിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് അകത്താക്കുക. അപ്പം വയറ് നിറഞ്ഞിട്ട് അതിനൊരു ഇതുണ്ടല്ലോ, ലിമിറ്റ് ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് വയറ് നിറഞ്ഞ് ഇപ്പോൾ എക്സ്ട്രീം ലെവലുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടും വീണ്ടും കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുന്നത്? ഒന്നുകിൽ ശ്വാസം മുട്ടിച്ചാവും, അല്ലെങ്കിൽ ശ്വാസം കിട്ടാതെ നമ്മൾ കുറേ ബുദ്ധിമുട്ടും ഈ സാധനം ദഹിക്കാതെ. അപ്പം അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അതുപോലെയാണ് ഈ സപ്ലിമെൻറ്റ്സും. അതിനൊരു ലിമിറ്റുണ്ട്. നമ്മൾ അത് കഴിക്കുന്നതിനും എടുക്കുന്നതിനെല്ലാം ഒരു ലിമിറ്റുണ്ട്, കണക്കുണ്ട്. അത് കൂടുതലായി കഴിഞ്ഞാലാണ് പ്രശ്നമാകുന്നില്ല. അമൃതം, ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അധികമായാൽ അമൃതം വിഷമെന്ന് പറയുന്ന പോലെ സപ്ലിമെൻറ്റ്സിനും അങ്ങനൊരു കുഴപ്പമുണ്ട്. ഒരുപാടായി കഴിഞ്ഞാൽ അതിന് സപ്ലിമെൻറ്റ്സ് അല്ല, എന്താണെങ്കിലും എന്ത് ഫുഡാണെങ്കിലും എന്ത് ആഹാരമാണെങ്കിലും, ഈ വെള്ളമാണെങ്കിൽ തന്നെ ബോഡിക്ക് നമ്മൾ ദാഹത്തിന് വേണ്ടിയിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പം കുടിക്കുന്ന സമയത്ത് ദാഹം കഴിഞ്ഞിട്ട് ഒരുപാട് വെള്ളം അകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? പ്രശ്നങ്ങളുണ്ടാവും. ഒന്നുമില്ല ശ്വാസം മുട്ടുണ്ടാവും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ തന്നെ സപ്ലിമെൻറ്റ്സും. അപ്പം ഈ സപ്ലിമെൻറ്റ്സും സ്റ്റിറോയിഡും ഒന്നാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അത് രണ്ടും സെയിം അല്ല, ഒന്നല്ല, രണ്ടും രണ്ടാണ്. അപ്പം സപ്ലിമെൻറ്റ്സ് ആയിക്കോട്ടെ, സ്റ്റിറോയിഡ് ആയിക്കോട്ടെ. ഇപ്പോൾ സപ്ലിമെൻറ്റ്സ് ഇപ്പം സിന്തറ്റിക് ആയിട്ടും ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ നാച്ചുറലായിട്ടും സിന്തറ്റിക്കായിട്ടുമാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മളെ മനുഷ്യനിർമ്മിതമായിട്ട് ഉണ്ടാക്കുന്നതിനാണ് സിന്തറ്റിക് എന്ന് പറയുന്നത്. ഇപ്പം സപ്ലിമെൻറ്റ് നാച്ചുറലായിട്ടും ഉണ്ടാക്കുന്നുണ്ട്. നാച്ചുറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള ഇപ്പം ഫുഡിൽ നിന്ന് കിട്ടുന്നതിന് ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് നാച്ചുറൽ എന്ന് പറയുന്നത്. സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതം, അത് മനുഷ്യൻ നിർമ്മിച്ചെടുക്കുന്നതിനാണ് സിന്തറ്റിക് എന്നും പറയുന്നത്. അപ്പോൾ സപ്ലിമെൻ്റ് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ സ്റ്റിറോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്തറ്റിക് മാത്രമായിട്ടാണ്, അത് കെമിക്കൽസ് എല്ലാം കൂടെ ചേർത്താണ് ഈ സാധനം. കെമിക്കൽസിൻ്റെ പ്രോസസ്സിങ് എല്ലാം കൂടെ ചെയ്താണ്
ഇത് സ്റ്റിറോയിഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനകത്ത് മനുഷ്യനിർമ്മിതമായിട്ടാണ് മാത്രമാണ് ഇത് ചെയ്ത് എടുക്കുന്നത്. സ്റ്റിറോയിഡിൻ്റെ ഉപയോഗം സ്റ്റിറോയിഡിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മസിൽ ഗ്രോത്തിനും എൻഹാൻസിങ് മസിൽ ഗ്രോത്ത് ആണ്. നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറം മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റും സ്റ്റിറോയിഡ്. അതുപോലെ സ്ട്രെങ്ത്, സ്റ്റാമിന, അതൊക്കെ സ്റ്റിറോയിഡ് കൊണ്ടിട്ടുള്ള ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞത്. സപ്ലിമെൻസും അതുപോലെ മസിൽ ഗ്രോത്തിനെയാണ്, മസിൽ ഗ്രോത്ത് അതുപോലെ മസിൽ റിക്കവറി അതിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം രണ്ടിൻ്റെയും ഗുണങ്ങൾ ഏകദേശം ഒന്ന് തന്നെയാണ്. സ്റ്റിറോയിഡ് ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കൂടുതൽ വേഗത്തിൽ മസിൽ ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്രിമമായിട്ട് നിർമ്മിച്ചെടുക്കുന്ന ഹോർമോണുകളാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമല്ലോ. അപ്പം സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് സപ്ലിമെൻറ്റ്സ് എടുക്കാം. പക്ഷേ അത് അധികമാവരുത്. ഇപ്പം നിങ്ങളൊരു സപ്ലിമെൻറ്റ്സ് എടുക്കുവാണ്, നിങ്ങളിപ്പം ഒരു ക്രിയാറ്റിൻ, ഇപ്പം എല്ലാവരും നോർമലി എടുക്കുന്ന ഒരു സാധനം, അല്ലെങ്കിൽ എല്ലാവർക്കും ഡൗട്ടുള്ളൊരു കാര്യമാണ് ക്രിയാറ്റിൻ തന്നെ ഒരുപാട് തരത്തിലുള്ള ക്രിയാറ്റിനുകൾ നമ്മളെ ശരീരത്തിലുണ്ട്. ഓക്കെ, അതിനെ പറ്റിയിട്ടൊന്നും ആധികാരികമായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും അതിനെപ്പറ്റി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോക്കകത്ത് ചെയ്യുക. നമ്മൾ വീഡിയോ ഒരുപാട് ലോങ് ആയിപ്പോകും. അപ്പോൾ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം. അപ്പം ക്രിയാറ്റിൻ എടുക്കുന്ന ഒരാൾ ഒരു 3 മാസം കണ്ടിന്യൂ എടുത്തുന്നിരിക്കട്ടെ. 3 മാസം എടുത്തു കഴിഞ്ഞിട്ട് നേരെ ചെന്നിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് വലിയ എമൗണ്ട് ഒന്നും ആവത്തില്ല, 100-150 രൂപയാവും. ക്രിയാറ്റിൻ്റെ അളവ് ചെക്ക് ചെയ്യാനെന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്താൽ മതി. 3 മാസം കണ്ടിന്യൂ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ഉറപ്പായിട്ട് ടെസ്റ്റ് ചെയ്യുക. ക്രിയാറ്റിൻ്റെ അളവ് നിങ്ങളെ ബോഡിയിൽ കൂടുതലാണോ അല്ലയോ എന്ന് അറിഞ്ഞിരിക്കണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഏതൊരു സപ്ലിമെൻ്റ് എടുക്കുവാണെങ്കിൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഇപ്പം ക്രിയാറ്റിൻ എടുക്കേണ്ട ഇപ്പം ലോഡിങ് ഫേസ് ഉണ്ട്, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പം എടുക്കേണ്ട അളവ് ഇപ്പോൾ എത്രയാണ് അതൊക്കെ മനസ്സിലാക്കി മാത്രം എടുക്കുക. എങ്ങനെയാണ് അത് ആ സപ്ലിമെൻ്റ് യൂസ് ചെയ്യുന്ന രീതി, അങ്ങനെ അത് മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക. എന്ത് സപ്ലിമെൻ്റ് ആണെങ്കിലും അത് കറക്റ്റ് പ്രോപ്പറായിട്ട് മാത്രം അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അങ്ങനെയെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. അതുപോലെ ഈ പറയുന്ന പോലെ ക്രിയാറ്റിനൊക്കെ ഒരു വർഷം കണ്ടിന്യൂ എടുക്കാതിരിക്കുക. ഒരു വർഷമൊന്നും കണ്ടിന്യൂ എടുക്കില്ലേ, അതിനൊരു ഗ്യാപ്പ് ഇട്ട് ഇപ്പോൾ ഒരു 3 മാസം നിങ്ങൾ ക്രിയാറ്റിൻ എടുക്കുക. പ്രോട്ടീൻ ആയിക്കോട്ടെ, ക്രിയാറ്റിൻ ആയിക്കോട്ടെ, എന്ത് സപ്ലിമെൻ്റ് ആയിക്കോട്ടെ, ഒരു 3 മാസം കണ്ടിന്യൂ എടുത്തു കഴിഞ്ഞാൽ ഒരു മാസമോ അല്ലെങ്കിൽ 2 മാസമോ ഒരു ഗ്യാപ്പ് കൊടുക്കുന്നത് നല്ലതായിരിക്കും ബോഡിക്ക്. അപ്പം നിങ്ങൾക്ക് അത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ സപ്ലിമെൻറ്റ്സിന്, ഞാൻ ബോഡി ബിൽഡിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സപ്ലിമെൻറ്റ്സിന് ഞാൻ അതിനെ പറ്റിയിട്ടൊന്ന് ഞാൻ കാണിച്ചു തരാം. ഏതൊക്കെ സപ്ലിമെൻറ്റ്സ് ആണ് ഞാൻ ആ സമയത്ത് ഉപയോഗിച്ചിരുന്നത്, അതിൻ്റെ ബെനിഫിറ്റുകൾ, അതിൻ്റെ ഗുണങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പം ഇത് ചിലപ്പം വീഡിയോ കാണുന്ന ആൾക്കാർ വിചാരിക്കും സപ്ലിമെൻറ്റ്സ് ബോഡിക്ക് കേടാണ്, സപ്ലിമെൻറ്റ്സ് സ്റ്റിറോയിഡിൻ്റെ ഗണത്തിൽ പെടുന്നതൊക്കെ ചിലർ കമൻ്റ് ഇടുമായിരിക്കാം, ചിലർ വാദിക്കുന്നുണ്ടായിരിക്കാം. ഒരിക്കലുമല്ല. സപ്ലിമെൻറ്റ്സും സ്റ്റിറോയിഡും ഒന്നല്ല, രണ്ടും രണ്ടാണ്. സപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡിൽ നിന്ന്, ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ, ഫുഡിൽ നിന്ന് കിട്ടുന്ന നാച്ചുറലായിട്ട് എടുക്കുന്നതും അത് സിന്തറ്റിക് ആയിട്ടും ഉണ്ടാക്കുന്നുണ്ട്. അത് ലാബിൽ ടെസ്റ്റ് ചെയ്ത് അതിനകത്ത് ഒരു കൃത്രിമവും ഇല്ലെന്ന് ഇതാക്കിയതിന് ശേഷമാണ് അത് ഈ മാർക്കറ്റിലേക്ക് എത്തുന്നത്. ലാബ് ടെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് വരുന്നത്. അങ്ങനെ വെറുതെ ഒരു സപ്ലിമെൻറ്റും ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ ചെയ്ത് ഇറക്കി വിടത്തില്ല. അതിനൊക്കെ ഒരുപാട് ഇതുണ്ട്, ലൈസൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഓക്കെ, അപ്പം ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ സപ്ലിമെൻറ്റ്സ് ഒക്കെ ഞാൻ എടുത്തുകൊണ്ടിരുന്ന, ബോഡി ബിൽഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സപ്ലിമെൻറ്റ്സിനൊക്കെ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇത് ഒമേഗ 3 ആണ്. ഒമേഗ 3 ഇത് അലാസ്ക ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. നല്ല ഒമേഗ 3 ആണ്. ഇതിനകത്ത് EPA 150 mg ഉണ്ട്. EPA, അതുപോലെ DHA 120 mg ഉണ്ട്. ഇത് 1000 mg ആണ് കേട്ടോ. 1000 mg ആണ് ഒമേഗ 3 ഫിഷ് ഓയിൽ. ഇപ്പം നമുക്ക് വേണ്ടുന്നൊരു കാര്യമാണ് ഒമേഗ 3. ഓക്കെ, ഇതിപ്പം ഈ സപ്ലിമെൻ്റ് എടുക്കാൻ പറ്റാത്ത ഒരു ഇതടങ്ങിയിട്ടുള്ള മീൻ, ഇപ്പം സാൽമൺ, അയില പോലുള്ള മീനുകളൊക്കെ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ആ മീനുകളിൽ നിന്ന് തന്നെ ഇത് കിട്ടുന്നതാണ്. ആ മീനുകളിൽ നിന്ന് തന്നെ എടുക്കുന്ന സാധനമാണ് ഇത് ഒമേഗ 3 കേട്ടോ. അപ്പം ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള സാധനമാണ്, നല്ല റിസൾട്ടുള്ള സാധനമാണ്, ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് EAA നല്ലൊരു ബ്രാൻഡ് തന്നെയാണ്. MHP എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ്. മാക്സിമം ഹ്യൂമൻ പെർഫോമൻസ് എന്നാണ് കേട്ടോ ബ്രാൻഡിൻ്റെ പേര്, MHP. ഇത് ഇനി ഇപ്പം ഇവിടെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനിത് പുറത്തുനിന്നൊക്കെ വരുത്തിയ സാധനമാണ്. ആ സമയത്ത്
പുറത്തുനിന്ന് വരുത്തിയ സാധനമാണ്. എൻ്റെ ഫ്രണ്ട് കൊണ്ടു തന്നിട്ടുള്ള, ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട്, ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പുറത്തുനിന്ന് എത്തിച്ചിട്ടുള്ള സാധനമാണ്. ഇവിടെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, ചിലപ്പോൾ ഓൺലൈനിലൊക്കെ കിട്ടുമായിരിക്കും. അപ്പം EAA ആണ്, എസെൻഷ്യൽ അമിനോ ആസിഡാണ്. നമ്മളെ ശരീരത്തിൽ വേണ്ടുന്നൊരു ഘടകമാണ് എസെൻഷ്യൽ അമിനോ ആസിഡുകൾ. അപ്പം അതിനകത്ത് കംപ്ലീറ്റ് EAA കോംപ്ലക്സ് വിത്ത് ഇലക്ട്രോലൈറ്റ് ആണ് കേട്ടോ. നല്ല സാധനമാണ്. ലെമൺ ലൈമാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ലെമൺ ലൈമാണ്. അപ്പം അത് ഉപയോഗിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, ലെമൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്. എല്ലാം ഇത് പറഞ്ഞ പോലെ മസിൽ ഗ്രോത്തിനും മസിൽ റിക്കവറിക്കും മസിൽ ബിൽഡിങ്ങിനും പെർഫോമൻസിനൊക്കെയാണ് ഇത് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബോഡി ബിൽഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹെവി ആയിട്ടുള്ള വർക്കൗട്ട്, ഇൻറ്റൻസീവ് ആയിട്ടുള്ള വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് വേണ്ടി വരും. കാരണം ഇതൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ പറഞ്ഞില്ല, ഇമീഡിയറ്റ് സ്റ്റിറോയിഡുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള സപ്ലിമെൻറ്റ്സുകളൊക്കെ ഫുഡിൽ നിന്ന് മാത്രം നമുക്കിത് കിട്ടത്തില്ല, ബോഡിക്ക് നല്ലപോലെ കൊടുക്കണം. അപ്പം ഞാൻ ഇപ്പോഴും പറയുവാണ്, സ്റ്റിറോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റിറോയിഡിനെ പ്രൊമോട്ട് ചെയ്യുമല്ല, സ്റ്റിറോയിഡ് എടുക്കൽ മക്കളെ, അത് എടുത്ത് അറിയാതെ ചെന്ന് എടുക്കൽ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം സ്റ്റിറോയിഡിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഒരു കാരണവശാലും സ്റ്റിറോയിഡ് ചെന്ന് എടുക്കൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ ചെന്ന് ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യാൻ നിൽക്കല് 8ന്റെ പണി കിട്ടും കേട്ടോ. അതുകൊണ്ട് സ്റ്റിറോയിഡിലോട്ട് പോകല്ലേ, സപ്ലിമെൻറ്റ്സ് ഉപയോഗിച്ചോ, കുഴപ്പമില്ല. ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് സപ്ലിമെൻറ്റ്സ് ഉപയോഗിച്ചോ, പക്ഷേ സ്റ്റിറോയിഡിലോട്ട് നിങ്ങൾ പോവല്, പ്രശ്നവും പണിപ്പാളും കേട്ടോ. സൈഡ് എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയും കാണത്തില്ല കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എടുക്കണോ വേണ്ടതെന്ന് ആലോചിക്കുക. നിങ്ങളെ ലൈഫാണ്, നിങ്ങളെ ഫ്യൂച്ചറാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് അനിയന്മാരൊക്കെ കാണും. നിങ്ങൾക്ക് നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യാൻ ഒരുപാട് ചാൻസുകളുണ്ട്, അവസരങ്ങളുണ്ട്. നാച്ചുറലായിട്ട് ബിൽഡ് ചെയ്യാൻ, നാച്ചുറലായിട്ട് ഫുഡ് കഴിച്ചിട്ട് കുറച്ച് സമയം പിടിക്കുന്നേ ഉള്ളൂ. എല്ലാത്തിനും ക്ഷമ വേണം. ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾ നാച്ചുറലായിട്ട് ബിൽഡ് ചെയ്യുന്ന ബോഡി നിങ്ങളെ ജീവിത അവസാനം വരെ നിങ്ങൾ കൂടെ കാണും കേട്ടോ. സ്റ്റിറോയിഡ് എടുക്കുന്ന ബിൽഡ് ചെയ്യുന്ന ഒരു ബോഡി ഈ പറയുന്ന പോലെ ആ ഒരു 6-7 മാസം കഴിയുമ്പോൾ അതങ്ങ് പോയി, അത് പിന്നെ കാണത്തില്ല. അത് ലൈഫ് ടൈം ബോഡി ആയിരിക്കത്തില്ല. ഓക്കെ, ഇത് ക്രിയാറ്റിൻ ആണ് കേട്ടോ. ഇത് ക്രിയാറ്റിൻ, ഇത് നല്ലൊരു ബ്രാൻഡാണ്. ഇത് ഇന്ത്യൻ ബ്രാൻഡ്. അതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. ഇതിൻ്റെ പേര് ഇത് ഇന്ത്യൻ ബ്രാൻഡാണ്. നമ്മളെ ഇന്ത്യയിൽ ഇപ്പോൾ ഇവിടെ നമുക്കറിയാം, ഓരോ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യുന്നതിനും അതിൻ്റെതായ രീതിയുണ്ട്. നമ്മളിപ്പോൾ ഏത് നാട്ടിലാണ്, ഏത് രാജ്യത്താണ് നിൽക്കുന്നത്, ആ രാജ്യത്തെ ക്ലൈമറ്റും ഇതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ഓരോ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ നമ്മൾ കേരളത്തിൽ നിൽക്കുന്ന നമ്മൾ ഒരു ഇൻ്റർനാഷണൽ സപ്ലിമെൻറ്റ്സ് മേടിച്ചിട്ട് ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇതാവത്തില്ല, നമ്മളെ ബോഡിയുമായിട്ട് അങ്ങോട്ട് ഇതാവത്തില്ല. നമ്മളിപ്പോൾ നമ്മളെ കാലാവസ്ഥയ്ക്കും ക്ലൈമറ്റിനും ഇതിനനുസരിച്ച് നമ്മൾ നിൽക്കുന്ന അവിടുത്തെ ഭക്ഷണ രീതികളല്ലേ നമുക്ക് ചേരൂ, അതേ നമ്മളെ ബോഡിയിൽ ഗുണം ചെയ്യും. അതുപോലെയാണ് ഈ സപ്ലിമെൻറ്റ്സും കേട്ടോ. അത് ട്രാജൻ ഫിറ്റിൻ്റെ ക്രിയാറ്റിനാണ്. അപ്പം ഇതും 100% പ്യുവർ ക്രിയാറ്റിൻ മാത്രമാണ്. ഇതിനകത്ത് വേറെ കെമിക്കൽ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് ആണ് കേട്ടോ. ട്രാജൻ ഫിറ്റ് ആണ്, നല്ല ബ്രാൻഡാണ്. ഇതും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതും ഇന്ത്യൻ ബ്രാൻഡാണ്, MBN ക്രിയാറ്റിൻ. ഇതൊക്കെ ഞാൻ 1 വർഷം മുമ്പ് ഉപയോഗിച്ചിട്ടുള്ള സാധനമാണ്. ഇപ്പോഴല്ല, 1 വർഷം മുമ്പ്. ഇപ്പം അത്യാവശ്യം ഇപ്പം ഈ ബോഡി ബിൽഡിംഗ് ഒക്കെ നിർത്തി കഴിഞ്ഞിട്ട് ഞാൻ അത്യാവശ്യം വർക്കൗട്ടൊക്കെ ചെയ്യാൻ മാത്രം ഇടയ്ക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റേ ബാലൻസ് ഉള്ളതുകൊണ്ട് മാത്രം ഇടയ്ക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കുന്നില്ല, ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇത് MBN ക്രിയാറ്റിനാണ്. ഇതും നല്ല ബ്രാൻഡാണ്, ഇന്ത്യൻ ബ്രാൻഡാണ്, നല്ല റിസൾട്ട് ഉള്ള ബ്രാൻഡ് കേട്ടോ. ഇത് ഫിഷ് ഓയിൽ കണ്ടേ. ഇതിപ്പോൾ അത്യാവശ്യം ഇത് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം ഇത് ഏത് ബ്രാൻഡാണെന്ന്. വെൽക്കൂറിൻ്റെ ഫിഷ് ഓയിലാണ്. ഇടയ്ക്ക് വെച്ച് തരംഗം സൃഷ്ടിച്ച ഫിഷ് ഓയിലാട്ടോ. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ വിറ്റിട്ടുള്ള സാധനം ഇതാ, വെൽക്കൂറിൻ്റെ ഫിഷ് ഓയിൽ. ഇത് 3x സ്ട്രെങ്താണ് ഇതിനകത്ത് വരുന്നത്. നല്ല ഫിഷ് ഓയിലാട്ടോ. EPA 540 mg ഉണ്ട്, അതുപോലെ DHA 360 mg ഉണ്ട്. പിന്നെ വിലയൊന്നും ഞാൻ ഓർക്കുന്നില്ല, ഇതൊക്കെ ഞാൻ കുറേ നാൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പം മൊത്തത്തിൽ 1250 mg ആട്ടോ ഈ ഫിഷ് ഓയിൽ. നല്ല റിസൾട്ടുള്ള ഫിഷ് ഓയിലാട്ടോ. നല്ല നമ്മളെ മെൻ്റൽ ഫോക്കസിനായാലും അതുപോലെ പെട്ടെന്നുള്ള റിക്കവറിക്കൊക്കെ ആയാലും ഇത് നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല റിസൾട്ടുള്ള ഫിഷ് ഓയിലാണ്. ഇത് സപ്ലിമെൻറ്റ്സിൻ്റെ പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. ഞാനിത് ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ സപ്ലിമെൻറ്റ്സിൻ്റെ ഒരു ശേഖരവും അതുപോലെ ഇതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. അല്ലാതെ
ഒരു ബ്രാൻഡിൻ്റെയും പ്രൊമോഷൻ അല്ല, അങ്ങനെ നിങ്ങൾ കൂട്ടുകയും വേണ്ട. ഇത് മസിൽ ടെക്കിൻ്റെ ക്രിയാറ്റിനാണ്. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, ശകലം കൊണ്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, വേറെ ഇതിനകത്ത് ഇല്ല, എല്ലാം കഴിഞ്ഞതാണ്. അതിൻ്റെ സ്കൂപ്പ് ഇതൊക്കെ ഉള്ളൂ, ഇത് തീർന്ന ഇരിക്കുന്നത്. അപ്പം മസിൽ ടെക്കിൻ്റെ ഇത് ക്രിയാറ്റിൻ നല്ലതാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്ത് നോക്കിയതാണ്. പക്ഷെ നല്ല റിസൾട്ട് ഉണ്ട്. ഈ പറയുന്നതായിട്ടുള്ള എൻഡൂറൻസ്, ഭയങ്കര എൻഡൂറൻസ് കിട്ടുന്നുണ്ട്. ഈ ക്രിയാറ്റിൻ എനിക്ക് ഉപയോഗിച്ചിട്ട് നല്ല എൻഡൂറൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് നല്ല ക്രിയാറ്റിനാണ്. ഇത് 3G ക്രിയാറ്റിൻ ആട്ടോ, 3G ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ്. അതുപോലെ 83 സെർവിങ് ഉണ്ട്. അപ്പം ഇനി അടുത്തത് കെവിൻ ലെവറോണിയുടെ ഗ്ലൂട്ടാമിൻ ആണ്. ഗ്ലൂട്ടാമിൻ നല്ല റിസൾട്ടുള്ള, എനിക്ക് ഗ്ലൂട്ടാമിൻ എടുത്തിട്ട് ഏറ്റവും നല്ല റിസൾട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബ്രാൻഡാണ് കേട്ടോ, കെവിൻ ലെവറോണിയുടെ. നല്ല അടിപൊളി ക്രിയാറ്റിനാട്ടോ, സൂപ്പർ ക്രിയാറ്റിനാണ്. നമുക്കറിയാം ഗ്ലൂട്ടാമിൻ അൺഫ്ലേവർ ആണ്, 5G ആണ് കേട്ടോ, 5G ഗ്ലൂട്ടാമിൻ ആണ്. അപ്പോൾ ഇത് നല്ല റിസൾട്ട് ഉണ്ട്. ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇത് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മാസത്തോളം എനിക്ക് പോയിട്ടുണ്ട്. എത്ര ഗ്രാമാ ഇത്? 200 സെർവിങ് കേട്ടോ, 200 സെർവിങ്. എത്ര ഗ്രാം? 1 kg കേട്ടോ, 1 kgയുടെ. നല്ല അത്യാവശ്യം നല്ല റിസൾട്ടുള്ള സാധനമാണ്. പിന്നെ ഈ സാധനം, ഇത് നമ്മളെ വെയിറ്റ് ഗെയിനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. നാച്ചുറൽ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതിനകത്ത് ഒരു കെമിക്കലോ ആർട്ടിഫിഷ്യലോ ഒന്നുമില്ല. ഇത് ചൈനയിലുള്ളൊരു മരത്തിൽ നിന്ന് എടുക്കുന്ന ഒരു സംഭവമാണ്. നാച്ചുറലായിട്ട് തന്നെ മരത്തിൽ നിന്ന് എടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അത് ഗുളിക ടാബ്ലറ്റ് രീതിയിലാണ് കിട്ടുന്നത്. അപ്പം ഇത് ഞാൻ ഗൾഫിൽ നിന്നാണ് ഈ സാധനം മേടിച്ചിട്ടുള്ളത്. ഗൾഫിൽ നിന്ന സമയത്ത് ഉപയോഗിച്ചിട്ടുള്ള സാധനമാണ്. വരാൻ നേരത്തൊരു പാക്കറ്റ് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബോട്ടിലാണ്. അപ്പോൾ ഇതിൻ്റെ പേര് ഗിൻസിങ് കിനാപ്പി പില്ല് എന്നാണ് കേട്ടോ, ഗിൻസിങ് കിനാപ്പി പില്ല്. അവിടെ ഇപ്പം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ, പുറം രാജ്യങ്ങളിലൊക്കെ ലേഡീസും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ടാബ്ലറ്റ് ആണ്, ലേഡീസും ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട് വെയിറ്റ് ഗെയിൻ ആക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ലീൻ ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാധനമാണ് ഉപയോഗിക്കുന്നത്, ഗിൻസിങ് കിനാപ്പി പിൽ. ഇതിനൊരു സൈഡ് എഫക്റ്റും ഇല്ല. ഇത് നാച്ചുറലായിട്ട് മാത്രം എടുക്കുന്ന ഒരു സാധനമാണ്. ഒരു ചൈനയിൽ നിന്നൊരു മരം കേട്ടോ, ഗിൻസിങ് എന്ന് പറഞ്ഞൊരു മരത്തിൽ നിന്ന് എടുക്കുന്ന സംഭവമാണ്. കണ്ടോ, ഇതാണ് ആ മരം. കണ്ടോ, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വെയിറ്റ് ഗെയിൻ, പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ആവും കേട്ടോ. ഇതിനകത്ത് എത്രയോ ടാബ്ലറ്റ്, ഒരു 30 ടാബ്ലറ്റ് കണ്ടാകുന്നു, ഞാൻ ഓർക്കുന്നില്ല, മറന്നുപോയി. എഴുതിയിട്ടുണ്ട്, 30 തോന്നുന്നു. അതുപോലെ 2 ക്യാപ്സൂൾ വെച്ചാണ് നമ്മൾ ഡെയിലി എടുക്കേണ്ടത്. അങ്ങനെ ഒരു ഒരാഴ്ച കൊണ്ടിട്ട് നല്ല രീതിയിൽ നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, ഇത് പ്രീ വർക്കൗട്ടാണ്. ഞാൻ ബോഡി ബിൽഡിങ് സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രീ വർക്കൗട്ടാണ്. സ്കോട്ടർ ബ്രെയിൻ 2.0 കെവിൻ ലെവറോണിയുടെ സാധനമാണ്. നല്ല റേറ്റാണ്, അതേപോലെ നല്ല അടിപൊളി റിസൾട്ടുമാണ് കേട്ടോ. ഇപ്പം വെയിറ്റ് പുഷ് ചെയ്യാനും അതുപോലെ എല്ലാത്തിനും, എൻഡൂറൻസ് ആയിക്കോട്ടെ, സ്റ്റാമിന ആയിക്കോട്ടെ, ഭയങ്കര റിസൾട്ടാണ് തരുന്നത്. ഇത് സാധനം എടുത്ത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തലയൊക്കെ കടന്നങ്ങോട്ട് പെരിക്കും. ഞാനൊരു ദിവസം വർക്കൗട്ട് ചെയ്യാനെ കൊണ്ട് ഒരു സ്കൂപ്പും കുറച്ച് ഒരു 1.5 സ്കൂപ്പ് ഇട്ട് ഇച്ചിരി ഒന്ന് ഇതായിക്കോട്ടെ എന്ന് കരുതിയിട്ട് വർക്കൗട്ടിലോട്ട് കയറിയപ്പോഴത്തേക്ക് തലയെല്ലാം കൂടെ കടന്ന് പെരുത്തുണ്ടല്ലോ, ആകെ ഒരു ഇതായിപ്പോയി. പിന്നെ ഞാൻ നേരെ ഓടിയിട്ട് വാഷ്റൂമിൽ പോയിട്ട് തലയിൽ കൂടെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അന്ന് വർക്കൗട്ടൊന്നും ചെയ്തില്ല കേട്ടോ. അത്രയ്ക്ക് പവറായി സാധനം. നമ്മളെ സൈക്കോട്ടിക് ഉണ്ടല്ലോ, സൈക്കോട്ടിക്കിൻ്റെ അപ്പനായിട്ട് വരും കേട്ടോ. ഇത് നല്ല സാധനമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്രീ വർക്കൗട്ടാണ്. സൈക്കോട്ടിക് എന്ന് പറഞ്ഞാൽ അത് വേറൊരു സാധനം, നമ്മളെ ബോഡിയൊക്കെ പെട്ടെന്ന് ഒരു ഹീറ്റാവും, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. സൈക്കോട്ടിക് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. സൈക്കോട്ടിക് ഉപയോഗിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം, എങ്ങനെയുണ്ട് സൈക്കോട്ടിക്കിൻ്റെ പ്രീ വർക്കൗട്ട്, സൈക്കോട്ടിക് പ്രീ വർക്കൗട്ടിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. ആ സാധനം ഭയങ്കര ഹീറ്റും അതുപോലെ നമ്മളില്ല തലയെ കൊണ്ടല്ലോ കറങ്ങുന്നൊരു ഫീലാണ്. ഓക്കെ, അപ്പം ഇത് മോൺസ്റ്റർ ലാബിൻ്റെ ബ്ലാക്ക് വെയിറ്റ് എന്ന് പറഞ്ഞ സാധനം കേട്ടോ. ഇത് ഉപയോഗിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇച്ചിരി സൈഡ് എഫക്റ്റ് തരുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ആരും ഈ സാധനം മേടിച്ച് ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. സ്റ്റിറോയിഡിൻ്റെ കണത്തിൽ പെടുന്ന സാധനമല്ല, എന്നിരുന്നാൽ തന്നെ ടാബ്ലറ്റ് ആണ്. പക്ഷേ ഇത് ഇച്ചിരി ഡേഞ്ചർ ആയിട്ടുള്ള, നമ്മൾ ഫാറ്റ് ബേണിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്, ഫാറ്റ് ബേൺ ചെയ്യാനെ കൊണ്ട്. അപ്പം അത് അതിനെ പറ്റിയിട്ട് വിശദമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും നിങ്ങൾ ഈ സാധനം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഉപയോഗിക്കേണ്ട. കാരണം
നമ്മളെ നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യുന്ന നാച്ചുറൽ സപ്ലിമെൻസിൻ്റെ കൂട്ടത്തിൽ ഇത് ഉൾപ്പെടുത്താൻ കൊള്ളത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കണ്ട കേട്ടോ. ഇത് ഫാറ്റ് ബേണിങ്ങിന് ഇപ്പോൾ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. കാർഡിയോ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരുപാട് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കാതിരിക്കുക, ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് നമ്മളെ ഫാറ്റ് അതുപോലെ കാർഡിയോ വർക്കൗട്ടുകളൊക്കെ ചെയ്തിട്ട് ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടുകളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഫാറ്റ് ബേൺ ചെയ്യാം. പക്ഷേ ഇതുകൊണ്ടിട്ട് നിങ്ങൾ ഫാറ്റ് ബേൺ ചെയ്യാൻ നോക്കണ്ട കേട്ടോ. ഇത് ഞാൻ ഇനിയും സാധനമുണ്ട്, ഇത് എക്സ്പയർ ആയിട്ടുണ്ട്, പക്ഷേ ഇത് ഇനിയും സാധനമുണ്ട്, ഞാൻ ഉപയോഗിച്ചിട്ടില്ല. കാരണം അത്രയ്ക്ക് എഫക്റ്റാണ് ഈ സാധനം കേട്ടോ. ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അടുത്തത് എവല്യൂഷൻ്റെ സാധനമാണ്. എവല്യൂഷൻ ന്യൂട്രീഷൻ്റെ സാധനമാണ്. ഇതും ഇവിടെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഇത് ഞാൻ പുറത്തുനിന്നാണ് മേടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ടെസ്റ്റോസ്റ്റിറോൺ ബൂസ്റ്ററാണ് കേട്ടോ. നമ്മളെ ടെസ്റ്റോസ്റ്റിറോൺ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിറോയിഡൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് അടുത്ത് കൊടുക്കുന്ന ഒരു സാധനമാണ് ടെസ്റ്റോസ്റ്റിറോൺ ബൂസ്റ്റർ. നമ്മൾ ടെസ്റ്റ് ഹോർമോൺ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് ഒരുപാട് ബ്രാൻഡ് ഉണ്ട് കേട്ടോ. ഗ്യാറ്റിൻ്റെ ഉണ്ട്, അതുപോലെ എല്ലാ കമ്പനിയുടെയും ഉണ്ട്. ഇന്ന കമ്പനിയുടെ ഒന്നും അല്ല, എല്ലാ കമ്പനിയുടെയും ഉണ്ട്. എല്ലാ ന്യൂട്രീഷൻ കമ്പനിയുടെയും സപ്ലിമെൻറ്റ്സ് കമ്പനിയുടെയും സാധനം ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റർ ഉണ്ട്. പല പേരുകൾ എന്നേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് AVL ടെസ്റ്റിനാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതും 30 ഗുളിയാണ് കേട്ടോ. ഇതും നല്ല സാധനമാണ്. പക്ഷേ ഇത് നോർമലി ഇത് ഉപയോഗിക്കണ്ട കേട്ടോ. ഇതൊന്നും ആരും നോർമലി മേടിച്ച് ഉപയോഗിക്കാതിരിക്കുക. ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യാൻ നാച്ചുറലായിട്ട് നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫുഡുകളുണ്ട്. ആ ഫുഡുകളൊക്കെ മേടിച്ച് കഴിക്കേണ്ടത് 10,000-3000 രൂപ കൊടുത്തിട്ട് ഇത് മേടിച്ച് കഴിക്കുന്ന പൈസ കൊടുത്തിട്ട് നിങ്ങൾ നല്ല ഫുഡ് മേടിച്ച് കഴിക്കും കേട്ടോ. ഇത് എക്സ്റ്റൻഡിൻ്റെ BCAA എക്സ്റ്റൻഡിൻ്റെ 7G ആണ് കേട്ടോ. BCAA പറ്റി പറയേണ്ട കാര്യമില്ല, ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയണം. ബ്രാഞ്ചഡ് ചെയിൻ അമിനോ ആസിഡ് മസിൽ ഗ്രോത്തിനും റിക്കവറിക്കും വേണ്ടുന്ന ഒരു സാധനമാണ്. ഇതൊക്കെ നമ്മൾ ഫുഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഫുഡിൽ നിന്ന് കിട്ടാത്തതുകൊണ്ട്, ഫുഡിൽ നിന്ന് കിട്ടുന്നതിൻ്റെ അളവ് കുറവായതുകൊണ്ട് മാത്രമാണ് സപ്ലിമെൻറ്റ്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പം ഇത് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കൗട്ട് ടൈമിൽ ഡ്യൂറിങ് ദ വർക്കൗട്ട് ടൈമിലാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ചിലവർ വർക്കൗട്ടിന് മുമ്പ് കുടിക്കുന്നുണ്ട്, ചിലവർ വർക്കൗട്ടിന് ശേഷം. നമ്മൾ സാധാ പച്ചവെള്ളത്തിൽ കലക്കാൻ കുടിക്കുക. വർക്കൗട്ട് ടൈമിലാണെങ്കിൽ കുറച്ചുകൂടെ എനർജിയും കുറച്ച് എൻഡൂറൻസ് സ്റ്റാമിനയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. എനർജി കിട്ടും. പല ഫ്ലേവറിലുണ്ട്. എക്സ്റ്റൻഡ് ടോപ്പ് ബ്രാൻഡാണ് എക്സ്റ്റൻഡ്. നല്ല വിലയാണ് കേട്ടോ. ഇതിന് ഇപ്പോഴത്തെ വില എനിക്കറിയത്തില്ല. ഇന്ന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. 2000 മേല് പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ ഫ്രൂട്ട് പഞ്ചിൻ്റെ ഫ്ലേവറാണ്. ഫ്രൂട്ട് പഞ്ച് അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫ്ലേവർ. ഇങ്ങനെയുള്ള സപ്ലിമെൻ്റ് ഇല്ല കേട്ടോ. അതും ലെമണൊക്കെയാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഫ്രൂട്ട് പഞ്ചാണ് കേട്ടോ. ഇത് 30 സെർവിങ്ങേ ഉള്ളൂ. ഇപ്പം ഇത് നല്ല സാധനം കേട്ടോ. ഇത് വേണ്ട, അത് വീഡിയോയുടെ മുമ്പിൽ കാണിക്കാൻ കൊള്ളത്തില്ല. സ്റ്റിറോയിഡൊന്നുമല്ല, പക്ഷേ വേണ്ട. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇനി ചിലപ്പം എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത പിള്ളേരുണ്ടല്ലോ. ഇപ്പം തന്നെ ഉണ്ട് ലഹരി MDMA പോലത്തുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കില്ലെന്ന് പറയുന്നത്. അപ്പം അത് എത്ര ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞാലും ആൾക്കാർ അതിൻ്റെ ദോഷം അല്ലെങ്കിൽ അത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ അനിയന്മാരൊക്കെ ഒരുപാട് പേര് ചെന്ന് ചാടുന്നുണ്ട്. അപ്പം ഞാനതുകൊണ്ട് സപ്ലിമെൻ്റ് ബോഡിക്ക് അത്യാവശ്യം കേട് തന്നെയാണ് കേട്ടോ. സ്റ്റിറോയിഡ് അല്ല, പക്ഷെ ബോഡിക്ക് കേടാണ്. അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല, അതിനെപ്പറ്റി പറയുന്നുമില്ല. ഇത് ക്രിയാറ്റിനാണ്, അനബോളിക് ക്രിയാറ്റിനാണ്. കെവിൻ ലെവറോണിയുടെ നല്ല സാധനമാണ്, സൂപ്പർ സാധനമാണ്. ഇതും ഈ പറഞ്ഞ പോലെ നല്ല സ്ട്രെങ്ത്, മസിൽ റിക്കവറി, ഫാസ്റ്റ് റിക്കവറി, അതുപോലെ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. എല്ലാ മസിൽ ഗ്രോത്തിന് എല്ലാ സപ്ലിമെൻറ്റിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽ റിപ്പയർ, മസിൽ ഗ്രോത്ത്, ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് കൂടുതലൊന്നും ഇല്ല. എല്ലാത്തിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. അപ്പോൾ ഈ സാധനമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ ഉപയോഗിച്ചിരുന്ന സമയത്ത്, സ്റ്റിറോയിഡ് ഉപയോഗിച്ചിരുന്ന സമയത്ത് ഈ സാധനം ഞാൻ എടുത്തിട്ടുണ്ട്. ഈ സാധനമാണ് ഞാൻ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ ഭയങ്കര റിസൾട്ട് കിട്ടുന്നൊരു സാധനമായിരുന്നു. വീണ്ടും ഞാൻ പറയാം, സ്റ്റിറോയിഡ് ഞാനിവിടെ വന്ന് പറഞ്ഞെന്ന് കരുതിയിട്ട് നിങ്ങൾ എടുക്കാൻ നിൽക്കൽ പണി പാളും. അപ്പം എനിക്ക് സൈഡ് എഫക്റ്റ് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് വന്ന ചെറിയ സൈഡ് എഫക്റ്റാണ് അടുത്തൊരാൾക്ക് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. എനിക്ക് ചിലപ്പം ചെറിയ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വന്നിട്ടുള്ളത്. ചിലപ്പോൾ ഞാൻ അത് അത്രയും കെയറോടുകൂടി, അല്ലെങ്കിൽ എനിക്കത് ചെയ്ത് തന്ന ആള്
അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളായതുകൊണ്ട് മാത്രമായിരിക്കും ചിലപ്പോൾ ഞാനിപ്പം ഇതുപോലെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒളിച്ചും പാത്തും ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽസ് ആയിട്ട് സ്റ്റിറോണിനെ പറ്റിയിട്ട്. ഒളിച്ചും പാത്തും ചെന്ന് എടുക്കാതിരിക്കുക. പണി പാലും വെള്ളത്തിൽ കിട്ടും. സൈഡ് എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ ലൈഫ് പോഞ്ഞാട്ടേക്കും കേട്ടോ. ഓക്കെ, ഇത് മൾട്ടി വിറ്റാമിൻ ആണ് കേട്ടോ. എം ബി ബ്രാൻഡിൻ്റെ മൾട്ടി വിറ്റാമിൻ ആണ്. ഇത് നല്ലൊരു ബ്രാൻഡാണ് കേട്ടോ. ബ്രാൻഡ് അമേരിക്കൻ USA ബ്രാൻഡാണ്. ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യുമല്ല, പക്ഷേ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഇത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇതും നല്ല മൾട്ടി വിറ്റാമിൻ ആണ്. നമുക്കറിയാലോ, വിറ്റാമിൻസും മിനറൽസൊക്കെ നമുക്ക് നോർമലി ഇപ്പം ബോഡി ബിൽഡിങ് ചെയ്യുന്ന ആൾക്കല്ല, നോർമലായിട്ടുള്ള ആൾക്ക് തന്നെ മൾട്ടി വിറ്റാമിൻസും മിനറൽസൊക്കെ വേണം. ഫുഡിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ അത് ഈ പറഞ്ഞിട്ടുള്ള സപ്ലിമെൻറ്റ്സ് ആയിട്ട് എടുത്തേ പറ്റൂ. വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് കൂടുതൽ വേണം കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് മൾട്ടി വിറ്റാമിൻ, ഇത് നല്ല ബ്രാൻഡാണ്. ഇതിൽ എത്ര ക്യാപ്സ്യൂൾ ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ മറന്നുപോയി. ഓക്കെ, ഇത് അന്ന് ആ സമയത്ത് ഞാൻ ബിഗ് മസിൽസിൻ്റെ ഒരു സപ്ലിമെൻറ്റ്സ് മേടിച്ചിരുന്നു കേട്ടോ. എൽ കാർണൈറ്റ് കേട്ടോ, എൽ കാർണൈൻ. ഓക്കെ, സോറി, എൽ കാർണൈൻ അല്ല, എല്ലാർജിൻ കേട്ടോ. സോറി, ഞാൻ സ്റ്റിക്കർ അവിടെ ഒട്ടിച്ചിട്ടുണ്ട്, ഞാൻ മറന്നു ഇത്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അന്നൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെയൊക്കെ വെച്ചാണ്. ഇത് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ, ഇപ്പോഴും ഉണ്ട്. ഇത് എക്സ്പയറി ആയിട്ട് പോയതാണ്, നശിച്ചു പോയതാണ്. ഏകദേശം 1 വർഷത്തിൽ മേലായിട്ടുണ്ട്. 1 വർഷമല്ല, അതിൽ കൂടുതലായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് എല്ലാർജിനാണ്. ഇത് ഞാൻ ഉപയോഗിക്കാത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മേടിച്ചിട്ടുള്ളത് ബിഗ് മസിൽസ് ഇന്ത്യൻ ബ്രാൻഡാണ് കേട്ടോ. ഇന്ത്യൻ ബ്രാൻഡാണ്. ഒരു സപ്ലിമെൻറ്റ്സ് പോലും അവരെ കൊള്ളത്തില്ല. ഈ എല്ലാർജിനകത്ത് മൊത്തം ഷുഗറാണ്, പഞ്ചസാരയാണ്. എടുത്ത് വായിൽ വെച്ചപ്പോഴേ ഞാൻ ചുമ്മാ ഒരു ഓഫർ കണ്ടപ്പോഴത്തേക്ക്, ബിഗ് മസിൽസ് ഭയങ്കര പ്രൊമോഷൻ്റെ നിൽക്കുന്ന ടൈമിൽ ഒരു ഓഫർ കണ്ടപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് ഓൺലൈനിൽ നിന്നൊന്ന് മേടിച്ചാൽ ഓർഡർ ചെയ്തതാണ്. കടയിൽ നിന്നല്ല, ഓൺലൈനിൽ നിന്ന്. ഈ ഫേക്കാണോ ഒറിജിനലാണെന്ന് എനിക്കറിയത്തില്ല. ഈ സംഭവം ഒട്ടും കൊള്ളത്തില്ല, കാശിനും കർമ്മത്തിനും കൊള്ളത്തില്ല. ഒരു സ്കൂപ്പ് ഇട്ട് അടിച്ചതേ ഉള്ളൂ, പിന്നെ ഞാൻ അപ്പോഴേ എടുത്ത് കളഞ്ഞു കേട്ടോ. അപ്പം അതും എൻ്റെ കയ്യിൽ ഞാൻ അങ്ങനെ വെച്ചേക്കുവാ, ശേഖരിച്ച്. പിന്നെ ഈ സാധനം, ഇതിനെ പറ്റിയിട്ട് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ജിമ്മുകളിലൊക്കെ അത്യാവശ്യം ഇപ്പോൾ തരംഗമായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്. ഹൈഡ് പ്രീ വർക്കൗട്ടാണ്, ഹൈഡിൻ്റെ പ്രീ വർക്കൗട്ട്. ഹൈഡ് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റെ പെർഫോമൻസ് എന്താണെന്ന്. അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും പറയുന്നില്ല. അത്യാവശ്യം നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. പെർഫോമൻസിന് എൻഹാൻസ്ഡ് പെർഫോമൻസ് ആട്ടോ ഈ സാധനം തരുന്നത്. ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആർട്ടിഫിഷ്യൽ ഫ്ലേവർ, ടൈഗേഴ്സ് ബ്ലഡ് എന്നാണ് കൊടുത്തേക്കുന്നത്. എന്തോന്നാ എനിക്ക് ഓർമ്മയില്ല, അന്നൊക്കെ ഉപയോഗിച്ച് കേട്ടോ. എന്തായാലും ഒരുപാട് ഫ്ലേവർ ഉണ്ട്. എന്തായാലും ഹൈഡിൻ്റെ പ്രീ വർക്കൗട്ട് സൂപ്പർ സാധനം കേട്ടോ, സൂപ്പർ പ്രീ വർക്കൗട്ടാണ്. പിന്നെ പ്രീ വർക്കൗട്ട് എടുക്കണോ വേണ്ടോ, പ്രീ വർക്കൗട്ട് എടുക്കുന്ന ബോഡിക്ക് കേടാണെന്ന് ആലോചിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പറഞ്ഞ പോലെ പ്രീ വർക്കൗട്ട് ആണെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു നിശ്ചിത കാലയളവിൽ മാത്രം ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഗ്യാപ്പ് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് എടുക്കുക. പ്രീ വർക്കൗട്ട് അത്ര ഈ പറഞ്ഞ പോലെ സ്റ്റിറോയിഡിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരു സാധനമൊന്നുമല്ല. പ്രീ വർക്കൗട്ട് അത്ര ഇതൊന്നുമല്ല. പ്രീ വർക്കൗട്ട് നമുക്ക് എനർജിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ഇപ്പം എനർജി, സ്റ്റാമിന, എൻഡുറൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പ്രീ വർക്കൗട്ട്. ഓക്കെ, ഇപ്പം ഈ സാധനവും ഇപ്പോൾ 2 മാസം അടുപ്പിച്ചെടുക്കുകയാണെങ്കിൽ 1 മാസം ഗ്യാപ്പ് കൊടുക്കുക, അങ്ങനെ എടുക്കുക കേട്ടോ. പിന്നെ ഇത് ഹിമാലയൻ്റെ ആണ്, ലീ 52 DS കേട്ടോ. നമ്മൾ ലിവറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടാബ്ലറ്റ് ആണ് കേട്ടോ. ഇതിപ്പം അത്യാവശ്യം സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കുന്ന ഒരാൾക്കും, സ്റ്റിറോയിഡ് എടുക്കുന്ന ആൾക്കാരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ അത്യാവശ്യം സപ്ലിമെൻറ്റ്സ് ഒക്കെ, ക്രിയാറ്റിൻ പോലത്തുള്ള സപ്ലിമെൻറ്റ്സ് ഒക്കെ ഡെയിലി ഉപയോഗിക്കുന്ന, കണ്ടിന്യൂ ഉപയോഗിച്ച് പോകുന്ന ആൾക്കാരാണെങ്കിലും ഈ ഒരു സാധനം എടുക്കുന്നത് നല്ലതായിരിക്കും. ലീ 52 DS നമ്മളെ ലിവറിനെ സപ്പോർട്ട് ചെയ്ത് നിർത്താൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഇതാണ്, ഹിമാലയയുടെ നല്ല സാധനമാണ്. 300 വലിയ വിലയൊന്നുമില്ല, 350 രൂപ, 300 സംതിങ് വിലയും കണ്ടേ ഉള്ളൂ. 60 എത്ര ടാബ്ലറ്റ് ഉണ്ട്, 10-60 ടാബ്ലറ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇത് MBയുടെ ഫിഷ് ഓയിലാണ്. ഇത് ഞാൻ ഒരു വട്ടം മേടിച്ചിട്ടുള്ളൂ. എനിക്ക് വലിയ റിസൾട്ട് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരു വട്ടം മേടിച്ചിട്ട് നിർത്തി. MB ഫിഷ് ഓയിൽ 1000 mg ആണ് കേട്ടോ. പിന്നെ ഇത്
ഇതും എം ബിയുടെ BCAA പ്രോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു BCAA ആണ്. ഇതും എനിക്ക് വലിയ റിസൾട്ട് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. എം ബിയുടെ ആണ് കേട്ടോ, മസിൽ ബേസിൻ്റെ ആണ്. ഓക്കെ, അപ്പം ഹെൽത്ത് കാർഡിൻ്റെ ഫിഷ് ഓയിലാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരുപാട് ബ്രാൻഡുകളൊക്കെ ഞാൻ മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഏതാ നല്ല റിസൾട്ട് കിട്ടുന്നതെന്ന് തോന്നിയിട്ടുള്ളതിൽ ഞാൻ കണ്ടിന്യൂ ഒരു 2-3 മാസമൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ മാറി മാറിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന ബ്രാൻഡൊന്നുമില്ല, എല്ലാ ബ്രാൻഡും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ സപ്ലിമെൻസിൻ്റെ ശേഖരം. ഇനിയും ഉണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ കൊണ്ടൊന്നും തീരത്തില്ല, അത്രയ്ക്ക് ഇനി ഇരിപ്പുണ്ട്. ഒരുപാട് സപ്ലിമെൻറ്റ്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് സപ്ലിമെൻസിനെ പറ്റിയിട്ടാണ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ വീഡിയോ ഒരുപാടായിപ്പോകും കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ സപ്ലിമെൻസിൻ്റെ ശേഖരം. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.